അപ്പോൾ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. അത് മാത്രമല്ല, ഒരു വർഷം നീറ്റ് എക്സാം എഴുതാൻ സാധിക്കാത്ത വിധത്തിൽ ഡീബാർ ചെയ്യപ്പെടുകയും ചെയ്യും. 23,150 രൂപ മാത്രമാണ് ട്യൂഷൻ ഫീ ആയിട്ട് MBBS വരുന്നത്. 1,50,50,000 ST കാറ്റഗറിയിൽ കേരളത്തിൽ MBBS സീറ്റ് ലഭിക്കും ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും. അപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 21 ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ. സോ നമ്മുടെ ആദ്യ അലോട്ട്മെന്റ് പ്രോസസ് MBBSന്റെയും BDSന്റെയും BSc നഴ്സിംഗിന്റെയും ഒക്കെ ആദ്യ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്കെഡ്യൂള് mcc.nic.in എന്നുള്ള വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ കുറേയധികം വീഡിയോസ് ചെയ്തിരുന്നു. അലോട്ട്മെന്റ് സ്കെഡ്യൂൾ ചെയ്തു, രജിസ്ട്രേഷൻ ഫീ എത്രയാണെന്ന് ചെയ്തു, ആൻഡ് ഓരോരോ പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്യുമെന്റ്സ് ആണെങ്കിലും രജിസ്ട്രേഷൻ ഫീ ആണെങ്കിലും റൗണ്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്നും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് വീഡിയോ ഒറ്റ ലെങ്തിൽ ചെയ്താൽ ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സാകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ അറിയാത്ത കുട്ടികൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പല കുട്ടികൾക്കും സ്റ്റിൽ കൺഫ്യൂഷൻ ആണ്. എന്താണ് ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്? ഇപ്പോൾ വന്നിരിക്കുന്ന അലോട്ട്മെന്റ് സ്കെഡ്യൂൾ എന്താണ്? കേരളത്തിൽ സീറ്റ് ലഭിക്കുമോ അല്ലെങ്കിൽ കേരളത്തിലെ സീറ്റ് നഷ്ടപ്പെടുമോ? ഇങ്ങനെ പല കൺഫ്യൂഷൻസും കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അലോട്ട്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിന്റെ സ്റ്റേറ്റ് കൗൺസിലിംഗ് അല്ല. കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ സൈറ്റിൽ സിയുടെ വെബ്സൈറ്റിൽ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയമായോ, റിസൾട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ആയോ? മക്കളെ, അത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ്. ഈ മാസം എൻഡോടെ അടുത്ത മാസം സ്റ്റാർട്ടിങ്ങോടെ നമ്മളത് ആ ഒരു അലോട്ട്മെന്റ് പ്രോസസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഒരു നോട്ടിഫിക്കേഷൻസും സിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല റിസൾട്ട് അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന MCCയുടെ ഈ ഒരു അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ ഡെന്റൽ കോളേജിലോ സീറ്റ് ലഭിക്കും. ഗവൺമെന്റ് സീറ്റ്, ഗവൺമെന്റ് ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ ഈ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യണോ എന്ന് ചോദിക്കുന്ന കുട്ടികൾ തീർച്ചയായും അപ്ലൈ ചെയ്യണം. ആരൊക്കെ, ഏതൊക്കെ കോഴ്സുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ? ഞാൻ ഓൾറെഡി പറഞ്ഞു, MBBSന്റെ സീറ്റുകൾ, BDSന്റെ സീറ്റുകൾ ആൻഡ് BSc നഴ്സിംഗിന്റെ സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അലോട്ട്മെന്റ് വന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ 21 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആരൊക്കെ രജിസ്റ്റർ ചെയ്യണം? എയിംസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, എയിംസ് ഡൽഹി അല്ലെങ്കിൽ എയിംസ് മധുരൈ പോകാൻ ആഗ്രഹിക്കുന്ന 20 എയിംസ് ക്യാമ്പസുകളുണ്ട്. അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇതിൻ്റെയൊക്കെ ഒരേ സോഫ്റ്റ്വെയറിലൂടെയാണ് 21 രജിസ്ട്രേഷൻ ആരംഭിക്കുക. അതേപോലെ ജിപ്മർ ക്യാമ്പസുകളിലേക്ക് ഗവൺമെന്റ് കോളേജുകളുടെ 15% സീറ്റുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് പറഞ്ഞത് മാത്രമാണ്. ഇതിലേക്കൊക്കെയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ സ്കെഡ്യൂളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എയിംസിൽ ആഗ്രഹിക്കുന്നവർ, അതേപോലെ ഇനി നിങ്ങൾക്ക് എയിംസ് താല്പര്യമില്ല അല്ലെങ്കിൽ എയിംസ് താല്പര്യമില്ലെന്നല്ല, നിങ്ങളുടെ സ്കോറിന് ചിലപ്പോൾ അത് ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ എനിക്ക് കേരളത്തിൽ തന്നെ നോക്കാനാണ് താല്പര്യം എന്ന് വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉണ്ട് അല്ലെ? ഈ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ടോട്ടൽ സീറ്റിന്റെ 15% സീറ്റുകൾ ഓരോ മെഡിക്കൽ കോളേജിലും 200 സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 15% സീറ്റുകൾ, 100 സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 15%, 250 സീറ്റുകളുള്ള ക്യാമ്പസിൽ അതിൻ്റെ 15% സീറ്റുകൾ ഈ പറയുന്ന ജൂലൈ 21 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രകാരം, MCCയുടെ അലോട്ട്മെന്റ് പ്രകാരമാണ് ഫില്ലിംഗ് നടക്കുക. അപ്പൊ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും എന്ത് ചെയ്യണം? ഈ ഒരു അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് സീറ്റ് ഉണ്ട്, വെറുതെ ആ സീറ്റ് നഷ്ടപ്പെടുത്തണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ റാങ്കിന് കേരള അലോട്ട്മെന്റിലൂടെ കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു അലോട്ട്മെന്റിലൂടെ ചിലപ്പോൾ ലഭിച്ചെന്ന് വരും. അതൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ലക്കും കാര്യങ്ങളും അതേപോലെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങളുടെ റാങ്കിന്റെ സാധ്യതകളും കേരളത്തിലെ സാധ്യതകളും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പൊ ഇത്രയും ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായും ഈ പറഞ്ഞിരിക്കുന്ന 21 രജിസ്ട്രേഷനിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, ഫീസ് അടയ്ക്കുക, ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിവേ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 21 അത് എങ്ങോട്ടേക്കൊക്കെ ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന എല്ലാ ക്യാമ്പസുകളിലേക്കുമുള്ള രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇനി കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതിനു മുൻപ് കേരളത്തിലെ സാധ്യതകൾ മാത്രം നോക്കാം. ഓപ്പൺ കാറ്റഗറി 2023 22,529 റൗണ്ട് 4 കേരളത്തിൽ MBBS സീറ്റ് ലഭിച്ചു. അത് ഈ ഒരു അലോട്ട്മെന്റിലൂടെയാണ്.
ഓക്കെ, കേരളത്തിന്റെ അലോട്ട്മെന്റിലൂടെ അല്ല, MCCയുടെ അലോട്ട്മെന്റിലൂടെയാണ്. ജനറൽ EWSൽ 23,533 അഡ്മിഷൻ ലഭിച്ചു. OBCക്ക് 24,978 SCക്ക് 1,20,000 STക്ക് 1,52,000 കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചത്. കേരളത്തിൽ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചത് MCC ഇപ്പോൾ നടത്താൻ പോകുന്ന ജൂലൈ 21 രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗിലൂടെയായിരുന്നു. യെസ്, അപ്പോൾ കേരളത്തിൽ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണം? ഓൾ ഇന്ത്യ കോട്ട വഴി അപ്ലൈ ചെയ്യൂ. നിങ്ങൾക്ക് ഈ സീറ്റുകൾ ഈ കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പഠിക്കാം, കർണാടകയിൽ പഠിക്കാം. അവിടുത്തെയൊക്കെ ഗവൺമെന്റ് സീറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സാധ്യതയാണ് ഈ വന്നിരിക്കുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗ്. ഓക്കെ, യെസ്. ആൻഡ് ഇനി ഫീ നോക്കുകയാണെങ്കിൽ ഇനി ഓൾ ഇന്ത്യക്ക് ഫീസ് കൂടുതലാണോ എന്ന് സംശയിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ലഭിക്കുന്ന കുട്ടികളുടെ ഫീ സ്ട്രക്ചർ ആണ് ഞാൻ ഈ പറയുന്നത്. യെസ്, അപ്പോൾ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിന്റെ എടുത്തിട്ടാണ് ഈ പറയുന്നത്. ചെറിയ ചില വേരിയേഷൻസ്, വളരെ കുറഞ്ഞ തുകയുടെ വേരിയേഷൻസ് മറ്റു കോളേജുകളിൽ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. യെസ്, അപ്പോൾ ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 23,150 ആണ്. 23,150 രൂപയാണ് ട്യൂഷൻ ഫീ ആയിട്ട് ഗവൺമെന്റ് MBBSന് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടി, അല്ലെ കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടി. അവിടെ ചെല്ലുമ്പോൾ അടയ്ക്കേണ്ട ഫീസാണ് എന്ത്? 23,150 രൂപ. ക്ലിയർ ആണല്ലോ? ദെൻ മിസ്ലേനിയസ് ഫീ എന്ന് പറഞ്ഞ ഒരു 1,740 രൂപ അതർ എക്സ്പെൻസ് വാങ്ങും. വാൻ ഫീസ് 1,740, കോഷൻ ഡെപ്പോസിറ്റ് 2,320, അഡ്മിഷൻ ഫീ 250, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ 2,520. അങ്ങനെ ടോട്ടൽ 31,720, ഏകദേശം 31,000 റുപ്പീസ്, 31,000 രൂപയാണ് ഗവൺമെന്റ് MBBSന് വരുന്ന ഫീസ്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഉണ്ടാകാം എന്നുള്ളതല്ലാണ്ട് ഒരു 30,000 33,000 ഈ ഫീസ് നിൽക്കും. പിന്നെ ഹോസ്റ്റൽ ഫീയും എസ് ഫീയും ഒക്കെ ഉണ്ടായിരിക്കും. എനിവേ, ഇതാണ് ടോട്ടലി നിങ്ങൾ അവിടെ കോളേജിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഫീസ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതേ ഫീസ് തന്നെയാണ് നിങ്ങൾക്ക് കേരള അലോട്ട്മെന്റിലൂടെ കിട്ടിയാലും അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കേരള അലോട്ട്മെന്റ് കിട്ടി, ഇതേ 23,050 ആണ് അപ്പോഴും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് കേരള മെഡിക്കൽ റാങ്ക് വഴി CEEയുടെ വെബ്സൈറ്റിൽ നടക്കാൻ പോകുന്ന ജൂലൈക്ക് ശേഷം വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയാലും ഇതേ ട്യൂഷൻ ഫീ ആണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട വഴി കിട്ടിയാലും അതേ സീറ്റ്, ഒരേ സീറ്റിന്റെ ഫീസും ഒരേപോലെ, സീറ്റിന്റെ വാല്യൂ ഒരേപോലെ, അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ്. അതേപോലെ SC ST OEC രജിസ്റ്റേർഡ് ഫിഷർമാൻ്റെ കാൻഡിഡേറ്റ്സിന് യാതൊരു വിധ ഫീസും ഇല്ല. നിങ്ങൾക്ക് ട്യൂഷൻ ഫീ യാതൊന്നുമില്ല. ട്യൂഷൻ ഫീ നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ടില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. യെസ്, നിങ്ങൾക്ക് അറിയാവുന്ന, ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. യെസ്, അപ്പോൾ രജിസ്ട്രേഷൻ സ്കെഡ്യൂൾ വന്നത് നമ്മൾ കണ്ടു. ജൂലൈ 21 ആരംഭിക്കുന്നത്. അപ്പോൾ റൗണ്ട് 1ന്റെ പ്രത്യേകത, മക്കളെ നിങ്ങൾ സേഫ് ആണ്. ഈ ഒരു റൗണ്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ആ സീറ്റ് ഓക്കെ അല്ല, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് ഓക്കെ അല്ല. ആദ്യം പറയാനുള്ളത്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കോളേജും കോഴ്സും മാത്രം ചോയ്സ് ആയിട്ട് കൊടുക്കാം. ഇനി അബദ്ധവശാൽ നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങൾ കൊടുത്തത് ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ കിട്ടി, എന്താ ചെയ്യുക? നിങ്ങൾക്ക് കേരളത്തിലെ സീറ്റ് പോവോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലെ സീറ്റ് പോവോ? ഇല്ല, നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് നടത്താം. സീറ്റ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ എക്സിറ്റ് നടത്താം. നിങ്ങളുടെ ആ ഒരു എന്ത് പോവില്ല, നിങ്ങളുടെ സെക്യൂരിറ്റി എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. കേരളത്തിലെ സീറ്റും നഷ്ടപ്പെടത്തില്ല. കേരളത്തിലെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് പങ്കെടുക്കാം, അല്ലെങ്കിൽ ഓൾ ഇന്ത്യയുടെ തന്നെ സെക്കൻഡ് റൗണ്ടിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് പോസിബിൾ ആണ്. ഇത് കേരളയുടെ അലോട്ട്മെന്റിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഇത് ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് ആണ്. MCC നടത്തുന്ന അലോട്ട്മെന്റ്, CE നടത്തുന്ന അലോട്ട്മെന്റ് അല്ല കേട്ടോ. അവിടെ ഈ ഫ്രീ എക്സിറ്റ് ഇല്ല നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് പോസിബിൾ ആണ്. അതുകൊണ്ട് വെറീഡ് ആവണ്ട. നിങ്ങൾ കൊടുത്തു നോക്കുക. ആദ്യത്തെ ഘട്ടത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ മാക്സിമം ഓപ്ഷൻസ് കൊടുത്തു നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. ഓക്കെ, ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യാണ്ടിരുന്നാൽ മതി. ഫ്രീ എക്സിറ്റ് ആയിട്ട് അവരത് കൺസിഡർ ചെയ്യും. അവിടെ നിങ്ങളെ നിങ്ങളുടെ കൗൺസിലിംഗ് ഫീയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല. നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അടുത്ത റൗണ്ടിലേക്ക് പോകാനും പറ്റും, റൗണ്ട് 2ലേക്ക് പങ്കെടുക്കാനും പറ്റും, കേരളയുടെ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും.
ഒരു സീറ്റും നഷ്ടപ്പെടത്തില്ല. ആ സീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ സീറ്റ് വേണം. ഒരു എയിംസിലാണ് കിട്ടിയത്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത്, തമിഴ്നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജ് കിട്ടുകയാണെങ്കിൽ ആ സീറ്റിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്, ഒരു മെഡിക്കൽ സീറ്റാണ് അല്ലെ, എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? ഇനി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ എക്സിറ്റും പോസിബിൾ ആണ്. ഫ്രീ എക്സിറ്റ് നടത്തിയത് കൊണ്ട് നിങ്ങളുടെ യാതൊരുവിധ ഫീസും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കേരള അലോട്ട്മെന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതാണ് റൗണ്ട് 1ന്റെ പ്രത്യേകത. എന്നാൽ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് നിലവിൽ വന്ന സ്കെഡ്യൂൾ അനുസരിച്ച് August 12th ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷൻ, ഫസ്റ്റ് റൗണ്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഈ ഒരു ഡേറ്റിൽ തന്നെ നടക്കുമെന്ന് നമുക്ക് കരുതാം. August 12th. പക്ഷെ റൗണ്ട് 2 സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് നഷ്ടപ്പെടും, അവരത് തിരിച്ചു തരില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം റൗണ്ട് 2 തൊട്ട് നിങ്ങൾ മുന്നിലേക്ക് പോകാൻ. റൗണ്ട് 2ഉം റൗണ്ട് 3ഉം ഒക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റൗണ്ടാണ്. പക്ഷെ റൗണ്ട് 1 നമുക്ക് നമ്മുടെ ലക്ക് പരീക്ഷിക്കാനുള്ള ഒരു റൗണ്ട്. അവിടെ ഫ്രീ എക്സിറ്റ് പോസിബിൾ ആണ്. ഓക്കെ, റൗണ്ട് 2ഉം 3ഉം കുറച്ച് അപകടമാണ്. നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. എത്രയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ളതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുക September 3rd നിലവിൽ വന്ന സ്കെഡ്യൂൾ അനുസരിച്ച്. റൗണ്ട് 3ക്ക് ശേഷം റൗണ്ട് 4 സ്ട്രേ വേക്കൻസി റൗണ്ട്. സ്ട്രേ വേക്കൻസി റൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. സ്ട്രേ വേക്കൻസി റൗണ്ടിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ആ അടച്ച ഫീസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് മാത്രമല്ല 1 വർഷം നീറ്റ് എക്സാം എഴുതാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ ഡീബാർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇത് സ്ട്രേ വേക്കൻസി റൗണ്ടിന്റെ പ്രത്യേകതയാണ്. അതായത് ഒരു ഓഗസ്റ്റിൽ തുടങ്ങി അല്ലെ ജൂലൈയിൽ തുടങ്ങി ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ്. അപ്പോൾ സ്ട്രേ വേക്കൻസി റൗണ്ട് അവസാനം വരുന്ന റൗണ്ടാണ്. ഓരോ റൗണ്ടിന്റെയും പ്രത്യേകതകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ റൗണ്ടും എൻഡ് ചെയ്തതിന് ശേഷം പറയും. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് റൗണ്ട് 1 അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. റൗണ്ട് 1ന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് റൗണ്ടിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തുന്നു, പേയ്മെന്റ് നടത്തുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ചോയ്സും നിങ്ങൾ ഫില്ല് ചെയ്യുന്നു, അത് ലോക്ക് ചെയ്യുന്നു. റൗണ്ട് 1ന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നു. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ, ആഗ്രഹിച്ച കോളേജ് ആണെങ്കിൽ, സീറ്റ് ആണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, റൗണ്ട് 1ൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റൗണ്ട് 2ലേക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സീറ്റ് കിട്ടിയിട്ട് വേണ്ടാന്നുണ്ടെങ്കിലോ ഫ്രീ എക്സിറ്റ് നടത്താം. എന്തെങ്കിലും നഷ്ടം സംഭവിക്കില്ല. കേരളത്തിലെ സീറ്റ് പോവില്ല, ഓൾ ഇന്ത്യയിലെ സീറ്റ് പോവോ? ആ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് പോവും. ഓക്കെ, എന്നാൽ സെക്കൻഡ് റൗണ്ടിലേക്ക് വീണ്ടും ഫ്രഷ് ആയിട്ട് ചോയ്സ് ലോക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അതിന് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ ഒരു എമൗണ്ടും തിരിച്ചു കിട്ടും, അതിനും യാതൊരു പ്രശ്നവും ഇല്ല. യെസ്, പക്ഷേ ഇനി സീറ്റ് കിട്ടി, ഓക്കെ ആണ്, എന്നാലും കുറച്ചും കൂടി ബെറ്റർ കിട്ടണമെങ്കിലോ അപ്ഗ്രഡേഷന് കൊടുക്കാം. ഓൾറെഡി കിട്ടിയ റൗണ്ട് 1ൽ കിട്ടിയ സീറ്റിൽ നിങ്ങൾ സംതൃപ്തരാണ്, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തു, എന്നാലും കുറച്ചും കൂടി വേറെ കിട്ടിയെങ്കിൽ അതുകൂടി നോക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് അപ്ഗ്രഡേഷനും കൊടുക്കാം. അതിന് യാതൊരു പ്രശ്നവും ഇല്ല. ട്രാൻസ്ഫർ മാതിരി അപ്ഗ്രഡേഷന് കൊടുക്കാം. അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയാൽ അങ്ങോട്ടേക്ക് മാറണം, തീർച്ചയായിട്ടും മാറണം. അത് റൗണ്ട് 2ന് മുൻപാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പം റൗണ്ട് 1 വരെ മതിയല്ലോ. അപ്പോൾ റൗണ്ട് 1ന്റെ പ്രത്യേകത മാത്രം ഇപ്പം അറിഞ്ഞാൽ മതി. എല്ലാം ചെയ്യുന്നു. സീറ്റ് വേണമെങ്കിൽ ഫ്രീ എക്സിറ്റ് നടത്തുക, സീറ്റ് വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക, വേറെ സീറ്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? യെസ്, അപ്പോൾ ആരും പേടിക്കേണ്ട. ഈ അലോട്ട്മെന്റ് പ്രോസസ്സ്, അയ്യോ എൻ്റെ സീറ്റൊക്കെ പോവോ, എന്നെ ഡീബാർ ചെയ്യുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡീബാറും കാര്യങ്ങളൊക്കെ സ്ട്രേ വേക്കൻസി റൗണ്ടിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് സേഫ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും കാര്യങ്ങൾ ചോയ്സ് ഒക്കെ കൊടുക്കുക. വൺസ് ചോയ്സ് ലോക്കിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു വിധത്തിലും അത് ഓൾട്ടർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കത്തില്ല. അപ്പോൾ ചോയ്സ് ലോക്കിംഗ് പെർഫെക്റ്റ് ആയിട്ട് വളരെ ശ്രദ്ധിച്ചു കൊടുക്കുക. July 21 വരെ സമയമുണ്ട്. ചോയ്സ് ലോക്കിങ്ങിന് വേണ്ടിയുള്ള പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കലാണ് നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി. നിങ്ങൾക്ക് വേണ്ട കോളേജും കോഴ്സും പ്രിഫറൻസ് ലിസ്റ്റ് എന്നാണ് അതിന് പ്രയോറിറ്റി ലിസ്റ്റ് എന്നാണ് പറയുക. ആദ്യം വേണ്ടത് ആദ്യം കൊടുക്കുക. ആദ്യം കൊടുക്കുന്നിടത്ത് കിട്ടിയാൽ പോകേണ്ടതായിട്ട് വരും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആദ്യം വേണ്ട കോളേജ് ആദ്യം കൊടുക്കുക. യെസ്, ചിലപ്പോൾ ആ കോളേജ് ഇപ്പോൾ എയിംസ് ഡൽഹി ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ നമ്മുടെ റാങ്കിന് എയിംസ് ഡൽഹി കിട്ടിയെന്ന് വരില്ല. എന്ന് കരുതി എയിംസ് ഡൽഹി ഒഴിവാക്കുകയാണോ? വേണ്ട, എയിംസ് ഡൽഹി കൊടുത്തോ. ഓക്കെ, അടുത്തത് വേറെ ഏതെങ്കിലും ജിപ്മർ ക്യാമ്പസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതേ പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് കൊടുക്കുക.
പ്രയോറിറ്റി കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പൊ എയിംസ് ഡൽഹി വേണ്ടവർ എയിംസ് ഡൽഹി ഒന്നാമത് വെക്കുക, എയിംസ് മധുര അവസാനമാണ് നോക്കുന്നതെങ്കിൽ അത് ഏറ്റവും 20ാമതായിട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡറാണ്. ആ ഓർഡറിലായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ പ്രയോറിറ്റി ഓർഡർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഡ്യൂട്ടി. അതനുസരിച്ച് 21st നമുക്ക് രജിസ്ട്രേഷൻ നടത്തി അടുത്ത ദിവസം ചോയ്സ് ഫില്ലിംഗ് ഒക്കെ നടത്താം. എന്നിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ എന്തുക, ചോയ്സ് ലോക്കിംഗ് നടത്തുക. യെസ്, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് ഡിയേഴ്സ്. ബൈ.